ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം ഇപ്പൊ മനസ്സിൽ ഓർത്തതേ ഉള്ളൂ. അല്ല എന്താ സാർ? അവള് രാവിലെ ചായ എന്ന് പറഞ്ഞ് എന്തോ ഒന്ന് കലക്കി തന്നു. ഈ ഒരു കഷായം കുടിക്കുമ്പോഴാണല്ലോ നല്ലൊരു ചായ ഇട്ട് ആളിനെ ഓർക്കുന്നത്. അതിനെന്താ, ചായ ഇപ്പൊ വേണോ സാറിന്? ഏയ് വേണ്ട വേണ്ട. വന്ന കാര്യം പറയൂ. ഞങ്ങള് അടുത്ത ദിവസം മുതല് പാടത്തിറങ്ങിയാലോ എന്ന് ആലോചിക്കുക. ഒരു വിരോധവും ഇല്ല. പാലക്കാട് നിങ്ങൾ നെൽകൃഷിയല്ലേ ചെയ്തത്? അതെ. പിന്നെ ഇവിടെ നെൽകൃഷി വലിക്കുമോ എനിക്കറിയില്ല. അതൊക്കെ നോക്കിയും കണ്ടൊക്കെ ചെയ്യുന്നുള്ളൂ. തൽക്കാലം ഇവിടെ ഇപ്പൊ മറ്റു കൃഷികളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഈ പച്ചക്കറിയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നാ. പച്ചക്കറി അത് നല്ല ഏർപ്പാടാ. ഇവിടെ ഇപ്പോ എല്ലാവർക്കും കൊള്ള ലാഭം കിട്ടുമെന്നാണ് അറിയുന്നത്. നമ്മൾ തമ്മിലൊരു കരാറ് വേണ്ടേ? എന്ത് കരാറ്? നിങ്ങളൊരു കൃഷി ആരംഭിച്ചാൽ ആ കൃഷി മുഴുവൻ എന്റേതാണെന്നോ ഒന്നും ഞാൻ പറയില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, പേടിക്കണ്ട. എനിക്കെന്തിനാണോ ഇതൊക്കെ? അല്ല, ഈ മുദ്ര പേപ്പറിൽ എഴുതൊന്നും വേണ്ട. ഞാനൊരു തുക കൊണ്ടുവന്നിട്ടുണ്ട്. അത് മേടിച്ചുകൊണ്ടൊരു അനുവാദം തന്നാ മതി. നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് ഞാൻ സമ്മതിച്ചു എന്നല്ലാതെ അതിനായിട്ടൊരു പ്രതിഫലം പറ്റാൻ ഞാനില്ല. ഇതൊരു പ്രതിഫലമായിട്ട് കാണണ്ട. ഞങ്ങള് കൃഷിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ദക്ഷിണയായിട്ട് കണ്ടാ മതി. കൊടുക്ക. ഞാനോ? വേറൊന്നും പറയരുത്. ഞങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവണം. എനിക്ക് മക്കളെ, എന്തിനാ കുട്ടികളെ ഇതൊക്കെ? എന്തു പറ്റി സാറിന്? സാറിന്റെ കണ്ണ് നിറഞ്ഞല്ലോ. കാണാത്ത കാര്യങ്ങളൊക്കെ കാണുമ്പോ കണ്ണ് നിറഞ്ഞു പോവും. ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നതേ ലോകത്തിന്റെ ഏതോ ഒരറ്റത്ത് നമ്മൾ മാത്രം പെട്ടുപോകുക എന്ന് പറയില്ലേ, അതുപോലെയാ. ആൾക്കാര് നിങ്ങളോട് കളിയാക്കി പറഞ്ഞില്ലേ ഇതൊരു ഭാർഗവ നിലയൊന്ന്. അവരെ സംബന്ധിച്ച് ഇതൊരു പ്രേതാലയമാ. ഇവിടെ ഒരാള് താമസം ഉണ്ടെന്ന് പോലും ഇവരിൽ പലർക്കും അറിയില്ല. എന്നാലും ഇങ്ങനെ ഒരു ജീവനെ തേടി നിങ്ങൾ വന്നല്ലോ, ഒരു വില കൽപ്പിച്ചല്ലോ. നിങ്ങൾ പണിയുന്നതെല്ലാം പൊന്നായി വളയും. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ശരി.